നെക്സ്റ്റ് നമുക്ക് വേറൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു തിയറാണ് കേട്ടോ. തിയറം എന്നല്ല, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കപ്പോൾ എന്താ നോക്കാവുന്നത്? ലെറ്റ് S1 greater than 0 be arbitrary and define Sn plus 1 equal to half of Sn plus a by Sn for all n belongs to n. Prove that the sequence xn converges to root a for any a greater than 0. S എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് റൂട്ട് എയിലോട്ട് കൺവേർജ് ചെയ്യും. വേർ Sn plus 1 equal to half of Sn plus a by Sn എന്നുള്ളതാണ് നമ്മളുടെ ഈ എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് എന്താണ്, എങ്ങനെയാണ് അത് നമുക്കത് പ്രൂവ് ചെയ്ത് നോക്കാം. അത് ശരിക്കും ഈ എസ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ റൂട്ട് എയിലോട്ട് കൺവേർജ് ചെയ്യുമോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താ? Sn plus n ഈക്വൽ ടു ഹാഫ് ഓഫ് Sn പ്ലസ് a by Sn അല്ലേ? അതായത് ഇതിന് നമുക്കിപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റുക? 2Sn plus 1 ഈക്വൽ ടു Sn പ്ലസ് a by Sn അല്ലേ? അതായത് ഇപ്പോൾ നമുക്കിവിടെ 2Sn പ്ലസ് 1 ഇൻറ്റു Sn ഈക്വൽ ടു Sn സ്ക്വയർ പ്ലസ് a എന്ന് വരും. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ Sn സ്ക്വയർ മൈനസ് 2Sn പ്ലസ് 1 ഇൻറ്റു Sn പ്ലസ് a ഈക്വൽ ടു 0. അപ്പോൾ ഇത് Snലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടല്ലേ വരുന്നത്? യെസ്. അപ്പോൾ ഇതിനെ നമുക്ക് Sn നമുക്ക് സോൾവ് ചെയ്യാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കേട്ടോ. അതായത് അപ്പോൾ നമ്മളിവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ S എന്ന് പറയുന്നത് ഈ സംഭവം സാറ്റിസ്ഫൈ ചെയ്യും, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ Snൽ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടുക റിയൽ റൂട്ട്സ് ആയിരിക്കും. ഓക്കെ, റിയൽ റൂട്ട്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ a ഈക്വൽ ടു 1, b ഈക്വൽ ടു -2 Sn പ്ലസ് 1, c ഈക്വൽ ടു a. ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത് b സ്ക്വയർ മൈനസ് 4ac ആണ്. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? 4Sn പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആണ്, സി എന്ന് പറയുന്നത് a ആണ്. അപ്പോൾ മൈനസ് 4a ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരും. അതായത് 4Sn പ്ലസ് 1 സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4a വരും. ദാറ്റ് ഇംപ്ലൈസ് Sn പ്ലസ് 1 സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു a ഫോർ ഓൾ n ബിലോങ്സ് ടു n എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ Sn പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു a ആണ്. നമുക്ക് ഇനി ഇതിൻ്റെ ഒന്ന് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് Sn മൈനസ് Sn പ്ലസ് 1 ചെയ്ത് നോക്കാം. Sn മൈനസ് Sn പ്ലസ് 1, അതായത് Sn മൈനസ് Sn പ്ലസ് 1 എന്ന് പറയുന്നത് ഇതല്ലേ, 1/2 ഇൻറ്റു Sn പ്ലസ് a by Sn വരും. നമ്മളിതിപ്പോൾ സിംപ്ലിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ Sn മൈനസ് ഹാഫ് ഓഫ് Sn സ്ക്വയർ പ്ലസ് a by Sn വരും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൂടെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Sn മൈനസ് ഇത് ചെയ്യുമ്പോൾ Sn മൈനസ് ഹാഫ് ഓഫ് Sn സ്ക്വയർ പ്ലസ് a by Sn. Snൽ നിന്ന് നമ്മൾ ഈ ഒരു സംഭവം സബ്ട്രാക്ട് ചെയ്യാണ് അല്ലേ. നമുക്കിതിന് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യണേക്കാട്ടും നല്ലത് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം കേട്ടോ. Sn മൈനസ് ഹാഫ് ഓഫ് Sn മൈനസ് ഹാഫ് ഓഫ് a by Sn വരും. Sn മൈനസ് ഹാഫ് ഓഫ് Sn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് Sn മൈനസ് ഹാഫ് ഓഫ് a by Sn വരും, which is equal to half of
എസ് എൻ മൈനസ് എ ബൈ എസ് എൻ വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എസ് എൻ സ്ക്വയർ മൈനസ് എ ബൈ എസ് എൻ വരും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? എസ് എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്നുണ്ട് അല്ലേ. എസ് എൻ സ്ക്വയർ എന്ന് പറയുന്നത് എനെക്കാട്ടും വലുതാണ്. അപ്പോൾ മുകളിലത്തെ എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0. അതായത് എസ് എൻ ഗ്രേറ്റർ ദാൻ എസ് എൻ പ്ലസ് 1. എസ് എൻ ആയിരിക്കും എസ് എൻ പ്ലസ് വണ്ണിനെക്കാട്ടും ഗ്രേറ്റർ. എസ് എൻ പ്ലസ് 1 വിൽ ബി ലെസ് ദാൻ എസ് എൻ എന്ന് വരും. അതായത് എസ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണ്. അതായത് സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണ്. അതുപോലെ തന്നെ ഈ സീക്വൻസ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ബിലോയും കൂടിയാണ്. ഓക്കെ, സീക്വൻസ് എന്ന് പറയുന്നത് മോണോട്ടോണിക്കലി ഡിക്രീസിങ്ങും ആണ്, അതുപോലെ തന്നെ ബൗണ്ടഡ് ബിലോയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? അക്കോർഡിംഗ് ടു മോണോട്ടോൺ കൺവേർജൻസ് തിയറം ഈ സീക്വൻസ് കൺവേർജ് ചെയ്യും. ഓക്കെ, എസ് എന്ന് പറഞ്ഞ പോയിന്റിലോട്ടാണ് കൺവേർജ് ചെയ്യാന്ന് വിചാരിക്കും. നമുക്ക് എസ് എൻ പ്ലസ് 1 എന്താണുള്ളത്? എസ് എൻ പ്ലസ് 1 ഈക്വൽ ടു ഹാഫ് ഓഫ് എസ് എൻ പ്ലസ് എ ബൈ എസ് എൻ. ഇതിൻ്റെ ലിമിറ്റ് കണ്ടാലോ? ലിമിറ്റ് എസ് എൻ പ്ലസ് 1 ഈക്വൽ ടു ഹാഫ് ഓഫ് ലിമിറ്റ് എസ് എൻ പ്ലസ് എ ബൈ ലിമിറ്റ് എസ് എൻ, വിച്ച് ഇംപ്ലൈസ് എസ് കൊണ്ട് ഇഗ്നോട്ട് ചെയ്യാം കേട്ടോ ലിമിറ്റിനെ. പ്ലസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എസ് പ്ലസ് എ ബൈ എസ് എന്നുള്ളത് വരും, വിച്ച് ഇംപ്ലൈസ് നമുക്ക് 2s ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് എ വരും, which implies s square minus 2s plus a equal to 0. അപ്പോൾ എസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു എ. ഇതിനെ നമുക്ക് എസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എസ് പ്ലസ് എ ബൈ 2s ആക്കാം. ഹാഫ് ഓഫ് എസ് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എസ് മൈനസ് ഹാഫ് ഓഫ് എസ് വരും. അപ്പോൾ നമുക്ക് ഹാഫ് ഓഫ് എസ് ഈക്വൽ ടു എ ബൈ 2s എന്നുള്ളത് വരും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എസ് സ്ക്വയർ ഈക്വൽ ടു എ എന്ന് വരും, വിച്ച് ഇംപ്ലൈസ് എസ് ഈക്വൽ ടു റൂട്ട് എ എന്നുള്ളത് വരും. അതായത് എസ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് റൂട്ട് എയിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് പറ്റും. അതായത് എസ് എൻ പ്ലസ് 1 ഈക്വൽ ടു ഹാഫ് ഓഫ് എസ് എൻ പ്ലസ് എ ബൈ എസ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സീക്വൻസ് റൂട്ട് എയിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്. നമുക്ക് ഈ മെത്തേഡ് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. റൂട്ട് 2ൻ്റെ കറക്റ്റ് 5 ഡെസിമൽ പ്ലേസസ് വരെയുള്ള റൂട്ട് 2ൻ്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ചൂസ് ചെയ്യേണ്ടത് എ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമ്മളുടെ ആ എക്സാമ്പിൾ അനുസരിച്ചിട്ട് S1 എന്ന് പറയുന്നത് നമുക്ക് ഏത് വാല്യൂ ആണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർബിട്രറിലി ഞാൻ S1 ഈക്വൽ ടു 3നെ ചൂസ് ചെയ്യുന്നു. ഓക്കെ, SN പ്ലസ് 1 എന്നെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഹാഫ് ഓഫ് SN പ്ലസ് എ ബൈ SN ആണ്. അപ്പോൾ ഇനി ബാക്കി പ്രൊസീഡ് ചെയ്യാം. S1 ഈക്വൽ ടു 3 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി S2 കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് എന്നിന് 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് 1/2 S1 പ്ലസ് എ ബൈ S1 എന്നുള്ളത് വരും. ഓക്കെ, ഇത് നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.8333 എക്സെട്ര എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി S3 കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന് 2 വാല്യൂ കൊടുക്കാം. അപ്പോൾ ഹാഫ് ഓഫ് S2 എന്ന് പറയുന്നത് ഇത്
1.83 bar plus 2 by 1.83 bar. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ 1.462121 എന്ന് പറഞ്ഞ് പോവും. ഇനി S4 കാൽക്കുലേറ്റ് ചെയ്യാം. S4 എന്ന് പറയുമ്പോൾ എന്നിന് 3 വാല്യൂ കൊടുക്കുക. അപ്പോൾ S3 എന്ന് പറയുന്നത് 1.4621 ബാർ പ്ലസ് 2 ഡിവൈഡഡ് ബൈ 1.4621 ബാർ ആണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.414998 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവും. ഇനി S5 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഹാഫ് ഓഫ് n ഈക്വൽ ടു 4 അല്ലേ. അപ്പോൾ S4 1.414998 പ്ലസ് എക്സെട്ര പ്ലസ് 2 ഡിവൈഡഡ് ബൈ 1.414998 എടുക്കാം. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1.414213 എന്നുള്ളത് വരും. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 5 ഡെസിമൽ പ്ലേസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ S5 വരെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇത് പറഞ്ഞിട്ടിരിക്കുന്നത് എന്താ, എസ് എന്ന് പറയുന്നത് റൂട്ട് എയിലോട്ട് കൺവേർജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ റൂട്ട് എ എന്ന് പറയുന്നത് ഇവിടെ റൂട്ട് 2 ആണ്. എസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയതിൻ്റെ വാല്യൂ എത്രയാ, ഇതല്ലേ. അപ്പോൾ റൂട്ട് 2 എന്ന് പറയുന്നത് 1.41421 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇങ്ങനെയാണ് ലാസ്റ്റത്തെ എക്സാമ്പിൾ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ഓയിലേഴ്സ് നമ്പർ. ഷോ ദാറ്റ് ദ സീക്വൻസ് En where En equal to 1 plus 1 by n whole raised to n for n belongs to n is convergent and that its limit lies between 2 and 3. E എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് കൺസിഡർ ചെയ്യുക. where En equal to 1 plus 1 by n whole raised to n. ആ സീക്വൻസ് കൺവേർജൻ്റ് ആണ്. അതിൻ്റെ ലിമിറ്റ് 2-ൻ്റെയും 3-ൻ്റെയും ഇടയിലാണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് En equal to 1 plus 1 by n whole raised to n ആണല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതെടുത്ത് എഴുതാം. En equal to 1 plus 1 by n whole raised to n. നമുക്ക് ഇനി ഇതിനെ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ബൈനോമിയൽ എക്സ്പാൻഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് a plus b whole raised to n എന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് nc0 a raised to n plus nc1 a raised to n minus 1b plus nc2 a raised to n minus 2b square plus etc plus ncn b raised to n. ഇതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. അത് വെച്ചിട്ടാണ് നമ്മളത് എക്സ്പാൻഡ് ചെയ്യുന്നത്. ആൻഡ് പ്ലേസിൽ 1, ബിയുടെ പ്ലേസിൽ 1/n. അപ്പോൾ നമുക്കിവിടെ 1 പ്ലസ് nc1 എന്ന് പറയുമ്പോൾ n ആണ് ഇൻറ്റു 1/n പ്ലസ് nc2 എന്ന് പറയുമ്പോൾ n ഇൻറ്റു n minus 1 divided by 2 factorial into 1/n square വരും plus n into n minus 1 into n minus 2 divided by 3 factorial into 1/n cube വരും plus etc plus n into n minus 1 into n minus 2 into 2 into 1 whole divided by n factorial into 1/n raised to n. അപ്പോൾ ഈ എന്ന് പറയണത് ഇങ്ങനെ കിട്ടി. ഓക്കെ, നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 പ്ലസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു n ഡിവൈഡഡ് ബൈ n സ്ക്വയർ മൈനസ് 1/n സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് 1 മൈനസ് 1/n വരും പ്ലസ് ഇവിടെ 1/3 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ ബാക്കി നമുക്ക് 3 ഫാക്ടോറിയൽ കഴിഞ്ഞ് ബാക്കിയുള്ളത് ഇവിടെ നമുക്ക് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ n ക്യൂബാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു എന്നും പോയി ഇവിടെ n സ്ക്വയർ ആവും. ഇതിനെ നമ്മൾ n മൈനസ് 1/n ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n എന്ന് പറഞ്ഞിട്ട് എഴുതാണേ. അപ്പോൾ ഇവിടെ നമുക്ക് 1 മൈനസ് 1/n ഇൻറ്റു 1 മൈനസ് 2/n വരും. അപ്പോൾ ഇവിടെ നമുക്ക് എടുത്ത് എഴുതാം 1 മൈനസ് 1/n ഇൻറ്റു 1 മൈനസ് 2/n എന്ന് പറഞ്ഞു വരും പ്ലസ് എക്സിട്ര പ്ലസ് 1/n ഫാക്ടോറിയൽ ഇൻറ്റു
ഇവിടെ നോക്കുക 1/2 ഫാക്ടോറിയൽ ആകുമ്പോൾ ഇവിടെ ഒരു ടേം ഉള്ളൂ, 1/3 ഫാക്ടോറിയൽ ആകുമ്പോൾ ഇവിടെ 2 പ്രോഡക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ n ഫാക്ടോറിയൽ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ 1 - 1/n ഇൻറ്റു 1 - 2/n എക്സെട്രാ 1 - n - 1/n എന്ന് വരും. ഇനി നമുക്ക് ഈ n+1 ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എക്സ്പാൻഷൻ വരാൻ നോക്കാം. 1 + 1 + 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1 - 1/n+1 പ്ലസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 1 - 1/n+1 ഇൻറ്റു 1 - 2/n+1 പ്ലസ് എക്സെട്രാ പ്ലസ് ഇത് 1/n ഫാക്ടോറിയൽ ഇൻറ്റു 1 - 1/n ഇൻറ്റു 1 - 2/n എക്സെട്രാ 1 - n - 1/n എന്നുള്ളത് വരും. എന്നല്ല ഇവിടെ ഈ ടേമും പിന്നെ അതിൻ്റെ കൂടെ നെക്സ്റ്റ് ടേമും വരും അല്ലേ. അതായത് എന്താ 1/n+1 ഫാക്ടോറിയൽ ഇൻറ്റു 1 - 1/n+1 അങ്ങനെ തുടങ്ങി ലാസ്റ്റ് ഇതിനെക്കാട്ടും ഒന്ന് കുറവല്ലേ, അപ്പോൾ 1 - n / n+1 വരും. ഓക്കെ, അപ്പോൾ ഈ എന്ന് പറയണതിൻ്റെ എക്സ്പാൻഷൻ ഇതാണ്, ഈ n+1 എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പാൻഷൻ ഇതാണ്. en എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പാൻഷനിൽ എത്ര ടേംസ് ഉണ്ട്? നമുക്ക് ഇവിടെ വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ n ടേംസും അതിൻ്റെ കൂടെ 1 വരുമ്പോൾ n+1 ടേംസ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് n+1 ടേംസ് ഉണ്ട്. ഇതിലോ ഇതിൽ ഇവിടെ നിന്നിട്ട് ഇവിടം വരെ n+1 ടേംസ് കൂടെ ഒരു ടേമും കൂടി വരും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? n+2 ടേംസ് കിട്ടും. എങ്ങനെ? ഈ n+1ൽ നമ്മളിനി കറസ്പോണ്ടിങ്ങിൽ ഓരോ എലമെൻറ്റ്സും ഇതിലത്തെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്നിലുള്ള എല്ലാ എലമെൻറ്റ്സും ഈ n+1നെക്കാട്ടും എന്താണ്? ചെറുതാണ്. ഈ n+1ലുള്ള എല്ലാ എലമെൻറ്റ്സും ഈ n+1നെക്കാട്ടും ചെറുതാണ്. അതുപോലെ തന്നെ ഈ എന്നും ഈ n+1ഉം നോക്കുമ്പോൾ ഈ n+1ൽ കൂടുതൽ പോസിറ്റീവ് ടേംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ n എന്ന് പറയുന്നത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ n എന്ന് പറയുന്നത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ്. ഇനി നമുക്ക് മോണോട്ടോൺ കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഈ സീക്വൻസ് ബൗണ്ടഡ് ആണ് എന്നുള്ളതും കൂടെ നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സീക്വൻസ് എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സീക്വൻസ് കൺസിഡർ ചെയ്യാം കേട്ടോ. ഈ n എന്ന് പറയുമ്പോൾ 1 + 1 + 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1 - 1/n പ്ലസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 1 - 1/n ഇൻറ്റു 1 - 2/n പ്ലസ് എക്സെട്രാ പ്ലസ് 1/n ഫാക്ടോറിയൽ ഇൻറ്റു 1 - 1/n ഇൻറ്റു 1 - 2/n എക്സെട്രാ 1 - n - 1/n എന്നുള്ളത് വരും. ഇനി നമുക്ക് ഈ 1ന് 1 തന്നെ എഴുതാം, ഈ 1നും 1 തന്നെ എഴുതാം. ഇനി 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1 - 1/1 എന്ന് പറയുന്നത് എന്തായാലും ലെസ് ദാൻ or equal to 1/2 ഫാക്ടോറിയൽ എന്ന് കൊടുക്കാം. ഓക്കെ, പ്ലസ് ഇതിനെക്കാട്ടും ഇതായിരിക്കും 1/3 ഫാക്ടോറിയലിനെക്കാട്ടും ചെറുത്. അതുപോലെ നമുക്ക് എക്സെട്രാ പ്ലസ് 1/n ഫാക്ടോറിയൽ എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മളിനി ഫാക്ടോറിയലിനെ കഴിഞ്ഞ ഒരു എക്സാമ്പിൾ റീപ്ലേസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെയും റീപ്ലേസ് ചെയ്ത് എഴുതാം കേട്ടോ. അതായത് ഇവിടെ ലെസ് ദാൻ 1 + 1 + 1/2 പ്ലസ് 1/3 ഫാക്ടോറിയലിനെ നമ്മളെങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതാൻ? 3 × 2 × 1 അല്ലായിരുന്നോ? അപ്പോൾ അവിടെ നമ്മൾ 2² എന്നാണ് എഴുതിയത്. 1/2² പ്ലസ് എക്സെട്രാ പ്ലസ് 1/2n - 1. ഓക്കെ, ഇനി ഈ 1 ഇവിടെ തന്നെ എഴുതാം. പ്ലസ് ഇവിടെ /2⁻0 കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ടേംസ് എന്ന് പറയുന്നത് ജോമെട്രിക് സീക്വൻസ് ആണ്.
അപ്പോൾ അതിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 + 1 - 1/2 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 1 - 1/2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1 + നമുക്ക് ലെസ് ദാൻ 1 + 1 ഡിവൈഡഡ് ബൈ 1 - 1/2 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ en എന്ന് പറയുന്നത് ലെസ് ദാൻ 3 എന്നുള്ളത് കിട്ടും. അതായത് en എന്ന് പറയുന്നത് ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്, ബൗണ്ടഡ് എബവ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് en എന്ന് പറയുന്നത് 1 + 1 + എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണതാണ്. അപ്പോൾ എന്തായാലും 2-നെക്കാട്ടും താഴെ ഇതെന്തായാലും വരില്ല. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു en ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബൗണ്ട് വരുന്നത് 3 അല്ലേ, 3. അതായത് 2 ലെസ് ദാൻ ലിമിറ്റ് സീക്വൻസ് en ലെസ് ദാൻ 3 എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ ഒരു സീക്വൻസിനെയാണ് നമ്മൾ ഓയിലർ നമ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, en ഈക്വൽ ടു 1 + 1/n ഹോൾ റേസ് ടു n. ഇതിനെയാണ് ഓയിലർ നമ്പർ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈനെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഏകദേശം 2.71828 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വാല്യൂ വരുന്നത്. ഈ എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഓയിലർ നമ്പർ സീക്വൻസ് ആയി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കൺവേർജൻ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണത് എങ്ങനെയാണ്? en നോക്കും, en + 1 എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ കാണാൻ പറ്റും? en എന്ന് പറയുന്നത് ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണെന്നുള്ളത് കിട്ടും. ഇനി ഇത് ബൗണ്ടഡ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് ലെസ് ദാൻ 3 ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു, അതുകൊണ്ട് അത് ബൗണ്ടഡ് ആണ്. സോ അക്കോർഡിംഗ് ടു മോണോട്ടോൺ കൺവേർജൻസ് തിയറം എന്താ ഓയിലർ നമ്പർ en എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജൻ്റ് ആണ്. അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 2-ൻ്റെയും 3-ൻ്റെയും ഇടയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക.